move to Children's Church with the leaders. അനുഗ്രഹിക്കപ്പെട്ട രണ്ട് സന്ദേശങ്ങൾ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ദൈവം നൽകി. God gave us two blessed messages this morning. രണ്ടും അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളായിരുന്നു. Both of them were very blessed messages. രണ്ടും പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിപ്പാനിടയായി തീർന്നു. The Holy Spirit spoke to me while I was hearing it. ഇപ്പോൾ 11:30 ഇനിയൊരു മെസ്സേജ് കൂടെ കേൾക്കാനുള്ള ത്രാണിയും ശക്തിയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. I don't know, it's almost 11:30 and I don't know if you have the strength to hear one more message. എനിക്ക് ഈ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ പെട്ടെന്ന് പിടിച്ചു നിർത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ദുഃഖമുള്ള സംഭവമാണ്. I don't like the fact that to stop the worship when we are really worshiping in spirit. കണ്ടിന്യൂസ് ആയിട്ട് ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കണം എന്ന് വളരെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. I always have the desire to worship continuously and praise God. എങ്കിലും എല്ലാം ചന്തവും ഉചിതവുമായി ക്രമമായി നടക്കണമല്ലോ, അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. But I praise God for that, so that we have an order in for the things to be done. അടുത്ത ആഴ്ചയിൽ ഞാൻ ഇവിടെ ഇല്ല, ഒരു കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പോകുന്നു. അതുകൊണ്ട് ഈ ആഴ്ച അല്പസമയം നിങ്ങളുടെ മുമ്പിൽ എടുക്കുകയാണ്. Since next week I'm not here with you, I would like to take some time this week. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള വചനം ഇതാണ്. പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം, 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളിൽ നിന്നാണ്. I would like to speak to you from 1 Peter chapter 1 verse 18 and 19. Chapter 1 verse 18 and 19. ആമേൻ. ഇന്നത്തെ ഗാനങ്ങൾ ഇവിടെ നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that you have listened to the songs that we have sung this morning. എസ്പെഷ്യലി ഇംഗ്ലീഷ് ഗാനങ്ങളൊക്കെ നിങ്ങൾ കേട്ടു, പാടി ആരാധിപ്പാനിടയായി. Especially the English songs that we worshipped. അത് കുഞ്ഞുങ്ങൾ പാടി കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നതുമായി കണക്ട് ചെയ്യപ്പെടാനിടയായി തീർന്നു. While the children were singing that song, I was able to connect with the Spirit, what He has been speaking to me these days. പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ് നമ്മുടെ പാസ്റ്റർ ഡോക്ടർ റോണി നമ്മളെ എല്ലാ ബുധനാഴ്ചയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. Pastor Dr. Roni is speaking to us, teaching us from the epistle of Peter every Wednesday. ആരും മിസ് ചെയ്യരുത്, എല്ലാ ബുധനാഴ്ചയും വരണം. ഈ ആഴ്ചയിൽ ഏരിയ പ്രയർ ആണ്. ബാക്കിയുള്ള എല്ലാ ബുധനാഴ്ചയും നിങ്ങൾ ക്ലാസ്സിനായി കടന്നു വരണം എന്ന് ഓർപ്പിക്കുകയാണ്. Except for this coming Wednesday where we have the area prayer, I encourage you all to attend that. Especially I encourage all the youths to attend this Bible study. എല്ലാ ബൈബിൾ സ്റ്റഡിക്കും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വന്ന് അറ്റൻഡ് ചെയ്യുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ സ്റ്റഡിയാണ് നടക്കുന്നത്. I encourage all the youths to come and attend that Bible study. തൻ്റെ വാചകങ്ങളിലൂടെ ലഭിച്ച വചനത്തിൽ നിന്ന് ഞാൻ ഈ ലേഖനം വീണ്ടും വീണ്ടും വായിക്കാനായി തുടങ്ങി. As I was hearing from his teachings, I started reading this epistle again and again. ഈ രണ്ട് ലേഖനങ്ങളിൽ നിന്ന് the four precious things in the epistle of Peter, പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് 4 precious ആയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. I would like to talk to you about 4 precious things from the epistle of Paul. നിങ്ങൾക്കറിയാം, ചരിത്രമറിയാം, പല സ്ഥലങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ ജാതീയ മാർഗത്തിൽ നിന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വരാനായിട്ടിടയായി തീർന്നു. Many people from various nations came to the Christ from very Gentile way. അവരെ പീഡനത്താൽ പെർസിക്യൂഷൻ നിമിത്തം അവർ പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയി. They have been scattered because of the persecution. അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. They were not able to withstand the persecution. അവരോട് പറയാണ്, സ്റ്റാൻഡിങ് ഇൻ സാൽവേഷൻ, സ്റ്റാൻഡിങ് ഇൻ സബ്മിഷൻ, സ്റ്റാൻഡ് ഇൻ സബ്മിഷൻ, റൈറ്റ്, സ്റ്റാൻഡ് ഇൻ സബ്മിഷൻ. തേർഡ് വൺ, സ്റ്റാൻഡ് ഇൻ സഫറിങ്. ഈ 3 കാര്യമാണ് അവരെ പ്രബോധിപ്പിക്കുന്നത്. He was teaching them about standing in salvation, standing in submission and standing in suffering. നിങ്ങൾ നിങ്ങളുടെ കഷ്ടതയിൽ പിടിച്ചു നിൽക്കണം. You have to withstand the persecution. നിങ്ങൾക്ക് സാൽവേഷനിൽ നിങ്ങൾ ഫേമായി സ്റ്റാൻഡ് ചെയ്യണം. You should stand firm with the salvation that you have received. നിങ്ങൾ വിധേയത്വമുള്ളവരായി, സബ്മിഷൻ ഉള്ളവരായി, സബ്മിറ്റഡ് ഹാർട്ട് ഉള്ളവരായി നിങ്ങൾ നിൽക്കണം. You should have a submitted heart in front of God. അപ്പോൾ ഇവരെ അങ്ങനെ പ്രബോധിപ്പിച്ചു വരുമ്പോൾ, when he was exhorting about these things, precious ആയ ചില കാര്യങ്ങളെക്കുറിച്ച് അവർ പഠിപ്പിക്കുന്നുണ്ട്. he is teaching about some precious things. ഒന്നാമത്തെ കാര്യം, ഞാൻ മുഖവരിയില്ലാതെ വേഗത്തിൽ സന്ദേശം അവസാനിപ്പിക്കാൻ വേണ്ടി ഓടുകയാണ്. ഒന്നാമത്തെ കാര്യം, the first thing, നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ നിങ്ങൾക്ക് കാണാം,
in this verse that we read. വൃദ്ധവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ പെരിഷബിളായിട്ടുള്ള വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെന്താണ്? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വലിയൊരു രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. Amen. Praise the Lord. We read here that for you know that it was not with perishable things such as silver or gold that you were redeemed from the empty way of life handed down to you from ancestors, but with precious blood of Christ, a lamb without blemish or defect. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, when we read from Exodus chapter 30 verse 11 onwards, പത്രോസിന് അറിയാം വീണ്ടെടുപ്പ് വില എന്താണെന്നുള്ളത്. Peter knows about the value of redemption. ഒരു മനുഷ്യന്റെ ജീവന് പകരമായി അര ശേക്കെൽ വെള്ളി കൊടുക്കണം. At that time, instead of the life of a single person, he has to give half shekel of silver. ധനാഢ്യനാണെങ്കിലും ധനാഢ്യനല്ലെങ്കിലും, Even if you are rich or poor, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, even if you are man or woman, 20 വയസ്സിന് മുകളിലുള്ള ഒരു മനുഷ്യൻ അവന്റെ ജീവന് വീണ്ടെടുപ്പ് വില കൊടുത്തിരിക്കണം. everyone above the age of 20 should give a redemption value for their life. എന്തിനു വേണ്ടി? For what? ജീവന് വേണ്ടി. For their life. ഇതറിയാവുന്ന പത്രോസ്ലീഹ, Since Peter know about this, തന്റെ ജനത്തോട് പറയുകയാണ്, he is talking to his people. എല്ലാവരും ജീവന് പകരം വീണ്ടെടുപ്പ് വില കൊടുത്തിരിക്കണം. Everyone should give the value instead of their redemption for the life. Price of redemption. The price of redemption. വീണ്ടെടുപ്പിന്റെ വില കൊടുത്തിരിക്കണം. We should give the price for redemption. അത് പണ്ട് പഴയ നിയമത്തിൽ In Old Testament, അഴിഞ്ഞു പോകുന്ന വെള്ളി, അഴിഞ്ഞു പോകുന്ന പൊന്ന്, അഴിഞ്ഞു പോകുന്ന പണം കൊണ്ടാ വീണ്ടെടുത്തതെങ്കിൽ, it was with the help of perishable things such as gold, silver and നിങ്ങളെ money. വീണ്ടെടുത്ത് എന്താണെന്നറിയാമോ? What is the value of your redemption? വീണ്ടെടുത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? How do you know about your redemption? ഭൂമിയിലെ വില കൽപ്പിക്കുന്നത് ഒന്നും കൊണ്ടല്ല. It is nothing from the perishable things of this വില world. കൽപ്പിക്കുന്ന പൊന്നു കൊണ്ടോ വെള്ളി കൊണ്ടോ ഒന്നുമല്ല. നമ്മളെ വീണ്ടെടുത്തത് the precious blood of Jesus, യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തം കൊണ്ട്. It is not with the perishable things such as gold or silver, but we were redeemed by the precious blood of Jesus Christ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താ ഈ ബ്ലഡ്, ഈ യേശു ക്രിസ്തുവിന്റെ രക്തം ഇത്ര വിലയേറിയതായി മാറുന്നത്? Every time I think why the blood of Jesus Christ is so precious. എന്താ? Why? കുറെ കാര്യങ്ങൾ ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പോരാ, മത്തായി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ യേശു ക്രിസ്തു രക്തത്തിന്റെ വലിപ്പം, അതിന്റെ തികവുകൾ, അതിന്റെ പ്രഷ്യസായ വസ്തുക്കൾ ഒത്തിരി നമുക്ക് കാണാനായിട്ട് കഴിയും. When we learn from the New Testament, from Matthew to Revelation, we can learn various things about the value about the blood of Christ. ഒന്നാമത്തേത് ഇവിടെ വായിച്ച വാക്യമാണ്, The first thing that we read here, the price of our redemption. the price of our redemption. നമ്മെ വീണ്ടെടുത്തത് യേശു രക്തം കൊണ്ടാണ്. We have been redeemed by the blood of Jesus. നിങ്ങൾക്ക് ഒത്തിരി കാര്യം വിശദീകരിക്കാനുള്ളതുകൊണ്ട് കൂടി പോകുക. രണ്ടാമത്തേത്, The second thing, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇത് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് മാറ്റി നോക്കിയാൽ മതി. അതേ വാക്യത്തിലുണ്ട്, 19-ാമത്തെ വാക്യത്തിൽ, it is the sinless blood, it is the blameless blood. യേശുക്രിസ്തുവിന്റെ രക്തം പാപമില്ലാത്ത രക്തമായതുകൊണ്ടാണ്. it is because the blood of Jesus Christ was sinless and blameless. Why is the blood of Jesus Christ is precious? എന്തുകൊണ്ട് യേശു രക്തം precious ആയിരിക്കുന്നു? Why is the blood of Jesus Christ precious? കുഞ്ഞേ, നിന്റെ വീണ്ടെടുപ്പ് വിലയായി യേശു രക്തം കൊടുത്തതുകൊണ്ട്. ഒന്ന്, It is because he gave you as a redemption. ലോകത്തിൽ മനുഷ്യനായി ജനിച്ച എല്ലാവരുടെയും രക്തം പാപമുള്ളതാകുന്നതാണെങ്കിൽ, ലോകത്തിൽ മനുഷ്യനായി പിറന്ന ദൈവപുത്രന്റെ രക്തം പാപമില്ലാത്ത രക്തമായതുകൊണ്ട് ആ രക്തം precious തന്നെയാണ്. Since everyone born in this world have been born with sin, but the blood of Jesus Christ is sinless and blameless, that's why it is being used as a redemption, the price of redemption. യേശുവിന്റെ യൂദ ഒരിക്കൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുണ്ട്. The disciple of Jesus, Judas, once told like this. മത്തായി സുവിശേഷം 27:4 In Matthew chapter 27 verse 4. Judas saying, I have sinned by betraying innocent blood. നിരപരാധിയായവന്റെ ബ്ലഡിന് ഞാൻ എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. He is saying that I have sinned in that I have betrayed the innocent blood. എന്ത് രക്തമാ മക്കളെ? What kind of blood is Jesus' blood? It's a sinless blood. What kind? It's an innocent blood. That's why it becomes precious. Once Pilate told like this after washing the hand. In Matthew 27:24.
കുറ്റമില്ല, പങ്കില്ല. I am innocent of this blood who is righteous. ഹല്ലേലൂയ. Hallelujah. മൂന്നാമത് യേശുവിന്റെ രക്തം എന്തുകൊണ്ട് ഞാൻ ബുള്ളറ്റ് പോലെ പറഞ്ഞു വിടുക. മൂന്നാമത്തത് And the third point, 1 യോഹന്നാൻ 1:7 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. in 1 John 1:7 we read like ഇത് this. ദൈവപുത്രന്റെ രക്തമാണ്. This is the blood of Son of God. ദൈവപുത്രന്റെ രക്തമാണ്. ചേർന്ന് പറഞ്ഞേ, ദൈവപുത്രന്റെ രക്തമാണ്. മാത്രമല്ല അവിടെ കൊടുത്തിരിക്കുന്നത് യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തി രക്തം. ഇന്ന് രാവിലെ കർത്താവിനെ സ്തുതിക്കാൻ ഒറ്റ കാരണം മതി. യേശുവിന്റെ രക്തം എന്റെ പാപത്തെ കഴുകിയതുകൊണ്ട് ആ രക്തം എനിക്ക് precious blood ആണ്. Amen. Praise the Lord. The only reason why it is precious, the most important reason, because it has washed away our sins. എന്താ ഇവിടെ പാടിയത്? എന്താ ഇവിടെ പാടിയത്? Nothing but the blood of Jesus. അവിടെ കോറസ് ഇങ്ങനെ ഉണ്ടല്ലോ, nothing but അതിന്റെ കോറസ് എല്ലാവർക്കും അറിയാവുന്ന കോറസ് അല്ലേ? ഞാനിവിടെ നേരത്തെ എഴുതി വെച്ച മക്കളെ, നിങ്ങൾ എടുക്കുന്നതിനും എഴുതി വെച്ച വാട്ട് ക്യാൻ വാഷ് away my sin. അതിന്റെ കോറസ് ഇങ്ങനെ, ഓ precious, പഠിക്കേ, ഓ precious is the flow that makes me white as snow. No other found I know. Nothing but the blood of Jesus. Nothing but the blood of Jesus. ഒന്ന് മുളിക്കുക പാട്ട്. Hallelujah. Nothing but the blood of Jesus. Oh, precious is the flow that makes me white as snow. No other found I know. Nothing but the blood of Jesus. We read like this in Colossians chapter 1 verse 20. The blood that he shed in the cross, by him to reconcile all things unto himself. I say, whether there be things in earth or things in heaven, have been reconciled. If you ask why the blood of Jesus is precious to me, it is because I have been reconciled with my heaven. When I have been exiled out of the Eden, when I lost the peace with God, the blood of Jesus made me sign the covenant of peace with my God. If any of you are listening to me who does not have peace with God, your sin may be red like blood. If you have never been able to reconcile with God, the Spirit of God is speaking to you. The blood of Jesus will wash away your sin. It is the blood of Son of Man. It is an innocent man. This is the price of your redemption. So you should receive the Christ this morning. If you receive, he will wash your sin. He will make you his son. He will write your name in the book of life. All those who have received that blessing, that hope, shall worship the Lord this morning. Praise the Lord. And the fifth reason, we read like that in Hebrews chapter 12 verse 24. And to Jesus, the mediator of the new things, that speaks better than the blood of Abel. The blood that speaks for us. The blood that speaks for us this morning. Hallelujah. Amen. Praise the Lord. Worship. The blood that speaks for us.
As we listen to this word, those who are filled in spirit shall keep worshiping, so that people who are listening to us either here or through live are receiving that redemption, that deliverance this morning. ആബേൽ രക്തം പ്രതികാരത്തിന്റെ രക്തമാണ്. The blood of Abel was the blood of revenge. പക്ഷേ യേശുവിന്റെ രക്തം ക്ഷമിക്കുന്ന രക്തമാണ്. But the blood of Jesus was the one that gives forgiveness. ഇന്നും നമ്മോട് സംസാരിക്കുക, ഞാൻ നിന്നോട് ക്ഷമിക്കും മോനെ. It is even speaking to us this morning. ഇന്നും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. That blood is speaking to us even this morning. ആറാമത്തത്, The sixth point. എബ്രായലേഖനം 9:13 ഇങ്ങനെ പറയുന്നു. In Hebrews chapter 11 verse 13. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും 14 വാക്യം ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താ നിഷ്കളങ്കനെ അർപ്പിച്ച സ്വത്രം ക്രിസ്തുവിൻ്റെ the precious blood, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മളുടെ ഇങ്ങനെ പറഞ്ഞ് നമ്മളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. the blood cleansing blood, the blood that cleans the conscience, നമ്മുടെ മനസാക്ഷിയെ നിർമ്മലീകരിക്കുന്ന യേശുവിന്റെ പുണ്യാക രക്തം. As we read in Hebrews chapter 11 is the blood that cleans our conscience. പാപം ചെയ്ത വ്യക്തിക്ക് ധൈര്യത്തോടെ മനസാക്ഷിയോടെ ദൈവത്തെ വന്ന് ആരാധിക്കാൻ പറ്റത്തില്ല കേട്ടോ. The person who has sinned cannot come to with clear conscience in front of God. ഞാനിവിടെ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം, എൻ്റെ മോൻ ചെറമിയോട് ഞാൻ പറഞ്ഞു, മക്കളെ ഇന്ന് വൈകിട്ട് ഗസ്റ്റ് ഉണ്ട്, വീട് ക്ലീൻ ചെയ്ത് വെച്ചേക്കണം ഞാൻ വരുമ്പോഴത്തേക്ക്. Every time I speak to my son Jeremy, I tell him to clean the house because we have guests പല this കാര്യങ്ങൾ evening. ചെയ്തു, അവൻ മറന്നുപോയി. He did many things, but he forgot ഞാൻ one വന്നപ്പോൾ thing. എൻ്റെ വണ്ടി നിറച്ച് ഗസ്റ്റുമായിട്ട് വീട്ടിൽ വന്നു. When I came home with the guests in my എൻ്റെ car, വണ്ടി വന്ന് ഞാൻ ഗരാജ് ഓപ്പൺ ചെയ്തപ്പോൾ when I opened the garage, ഗരാജിന്റെ സൗണ്ട് കേട്ടപ്പോൾ എൻ്റെ മോൻ ഓർമ്മ വന്നു, അയ്യോ ചാച്ച പറഞ്ഞു ക്ലീൻ ചെയ്യണമായിരുന്നു. when he heard the garage open, he remembered that he had to clean the house. അവൻ ഓടി എൻ്റെ മുമ്പിൽ വരാൻ പറ്റത്തില്ല. He was ashamed to come in front of കാരണം me, അവൻ്റെ മനസാക്ഷിയിൽ അവൻ എന്തും തോന്നി. but he did not have a clear എന്ത് തോന്നി conscience. പറയുന്നേ, ഒരു കുറ്റബോധം. He was regretting. പക്ഷെ ആ കുറ്റബോധത്തെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നവർക്ക് ആ കുറ്റബോധത്തെ, ആ പാപത്തെ, ആ തെറ്റിനെ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റാത്ത എൻ്റെ പാപത്തിൻ്റെ കറകളെ യേശുവിൻ്റെ രക്തത്തിന് കഴുകി ഒരു ഗുഡ് കോൺഷ്യസ് നിനക്ക് തരും. ഇന്ന് പകൽ എന്തുകൊണ്ടാണ് നമ്മൾ കരം ഉയർത്തി ആരാധിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീൻസൻ പാട്ട് പാടിയപ്പോൾ ആരാധിച്ചത്? എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പാടിയപ്പോൾ നമ്മൾ ആത്മാവിൽ ആരാധിച്ചത് അറിയാമോ? എൻ്റെ ദൈവത്തിൻ്റെ അടുക്ക വന്ന് എനിക്ക് അപ്പ എന്ന് വിളിച്ച് ആരാധിക്കുക ഒരു നല്ല മനസ്സാക്ഷി യേശു രക്തത്താൽ എനിക്ക് ലഭിച്ചു. All those who have been sinned and have walked away from the God, all those who don't have a clear conscience to come in front of God, because of the blood of Jesus, we have been able to get a clear conscience. പഠിക്കുന്നവരുണ്ടല്ലോ, ഒരു കാര്യം ഇവിടെ പറയാം. ഏഴാമത്തെ ചിന്ത. And the seventh point. ഏഴാമത്തെ ചിന്ത എന്നറിയാമോ? Revelation 12:11 കൊടുത്തിട്ടുണ്ട്. In Revelation chapter 12 verse 11. അവർ പെർസിക്യൂഷൻ നിമിത്തം തകർന്നു കിടക്കുന്ന ഒരു സമൂഹം സ്വർഗത്തിലേക്ക് കയറി വരുന്ന കാഴ്ചപ്പാട് കണ്ടിട്ട് പറയും, അവർ ക്രിസ്തുവിൻ അവനെ കുഞ്ഞാടിൻ്റെ രക്തം, പിശാചിൻ്റെ കാര്യം, ആ പിശാചിനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. എന്താ എൻ്റെ അർത്ഥം എന്നറിയാമോ? The blood that defeated Satan. Amen. Praise യേശു the Lord. ക്രിസ്തുവിന്റെ രക്തം സാത്താന്റെ പദ്ധതികളെ ജയിക്കാൻ തരുന്ന രക്തമാണ്. The blood of Jesus has defeated the plans of Satan. സാത്താന്റെ പദ്ധതികളെ പൊളിക്കുന്ന രക്തമാണ് യേശു ക്രിസ്തു രക്തം. The blood of Jesus defeats the plans and purpose of Satan. രക്തത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ആത്മാവിൽ സൂക്ഷിക്കുമ്പോൾ പിശാചിന്റെ ജനത്തിന്റെ മേലിട്ട രോഗത്തെ, അവന്റെ തന്ത്രത്തെ അഴിക്കാൻ കഴിയുമെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്ന ആത്മാവിൽ ആരാധിച്ചാട്ട് ഇന്ന് we defeated Satan. As I am speaking in spirit, I understand the blood that has defeated the purpose of Satan, the purpose of Satan who has put sickness in your life, and God is able to heal the sickness. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് തല ഉയർത്താൻ പറ്റാതെ നമ്മുടെ മേൽ വെക്കുന്ന ചില നുകങ്ങളുണ്ട്. As I spoke to you last week, there are some yoke on our head. ആരാധിക്കാൻ പറ്റാത്ത ചില പൈശാചിക കെട്ടുകൾ നമ്മളെ താഴ്ത്തി വെക്കുന്നുണ്ട്. We are in some binding and captivity that is stopping us from worshiping God. ജയിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. There is only one way to overcome that. That is the blood of Jesus. Amen. യേശുവിന്റെ രക്തം, in the blood of Jesus.
The precious blood of Jesus. The precious blood of Jesus. എന്തുകൊണ്ടാണ് എനിക്കിത് പ്രഷ്യസ് ആയെന്നറിയാമോ? എൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്തത് കൊണ്ടാ. എന്തുകൊണ്ടാണ് ഇതെനിക്ക് വലുതെന്ന് അറിയാമോ? എൻ്റെ പാപത്തെ അവൻ കഴുകിയത് കൊണ്ടാ. എന്തുകൊണ്ടാണ് ഇതെനിക്ക് വലിയെന്നറിയാമോ? എൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില ഞാൻ കൊടുക്കേണ്ടത് അവൻ കൊടുത്തത് കൊണ്ടാ. സന്തോഷമുള്ളവർ പറഞ്ഞ് ശൈത്താന്റെ ശക്തികളെ ചെയ്യുക യേശു രക്തത്തിന് കഴിയും. Hallelujah, hallelujah. Do you know why this is important to me? Do you know why this is precious? Because he has redeemed me, he has cleansed me, and he has given me a good conscience. കുഞ്ഞേ, നമ്മുടെ ജീവന് പകരം ഞാൻ ജീവൻ കൊടുക്കേണ്ടവനാ. Because instead of his life, we should have given our ഞാൻ life. മരിക്കേണ്ടതായിരുന്നു. We should have been dead. ഞാൻ മരിക്കേണ്ടതായിരുന്നു. We should have been dead men. എൻ്റെ നിത്യമരണത്തെ മാറ്റാൻ എൻ്റെ ക്രിസ്തു ക്രൂശോളം ഇറങ്ങി വന്ന് അവൻ എനിക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്തു. നന്ദിയുള്ളവർ സ്തോത്രം ചെയ്തു. Thank you for the cross. Hallelujah. Thank you for your love. Thank you for your love. Thank you for your cross. കരമുയർത്തി നന്ദിയോട് പറഞ്ഞ് സന്ദേശം കുഴിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാരമൊന്നുമില്ലെന്ന് പരിശുദ്ധമ്മ പറയുന്നു. യേശുവിന്റെ ക്രൂശിനെ നോക്കി അവന്റെ രക്തം ചൊരിച്ചില്ലേ ഓർത്ത്, കാൽവരി ക്രൂശിനെ ഓർത്ത് നന്ദി പറയാൻ കഴിയുന്നവർ നാവ് തുറന്ന് പറഞ്ഞാട്ട് യേശുവേ എനിക്കായി മരിച്ചതിനായി നന്ദി. Let us all worship and thank God for the blood that he has shed in the cross of Calvary for us. Hallelujah. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു രക്തം എനിക്ക് പ്രഷ്യസ് ആണ്. Dear beloved, the blood of Jesus is precious to me. പത്രോസ് പീഡനത്താൽ തകർന്നു പോകാൻ പോകുന്ന ഒരു സമൂഹത്തെ നോക്കി പോലെ, മക്കളെ, നിങ്ങൾക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില നൽകിയ യേശു രക്തമുണ്ടല്ലോ, അത് പ്രഷ്യസാ, കൊണ്ട് പിടിച്ചു നോണമെന്ന് പറഞ്ഞു. Peter is speaking to a persecuted church about the blood of Jesus and saying, behold and hold, stand and firm with the precious blood of Jesus. വേഗത്തിൽ എൻ്റെ പോയിന്റ് പറയാൻ രണ്ടാമത്തെ സെക്കൻഡ് പ്രഷ്യസ് തിങ്സ് ഇൻ ദ ബുക്ക് ഓഫ് ദ എപ്പിസ്റ്റൽ ഓഫ് പീറ്റർ. രണ്ടാമത്തെ കാര്യം 2 പത്രോസ് 1:1 വായിക്കാമോ? 2 പത്രോസ് 1:1. വിലയേറിയ രണ്ടാമത്തെ കാര്യം. Second precious thing. എന്താ അത്? ഫെയ്ത്ത്. പ്രഷ്യസ് ഫെയ്ത്ത്. The precious faith. പ്രഷ്യസ് ഫെയ്ത്ത്. ബൈബിളിൽ ഒത്തിരി വിശ്വാസങ്ങളെ കുറിച്ച് കാണാം. We learn about various kind of faith in Bible. ഒരു വിശ്വാസവും ഇല്ലാത്ത വിശ്വാസമാണ് അവിശ്വാസം. The faith. ഒരു വിശ്വാസവും ഇല്ലാത്ത വിശ്വാസമാണ് അവിശ്വാസം, അൺബിലീഫ്. ഒരു വിശ്വാസവും ഇല്ല. പാവപ്പെട്ട നമുക്ക് കഷ്ടപ്പെട്ടു പോയി അല്ലേ. രണ്ടാമത്തത് ബൈബിളിൽ കാണാം ലിറ്റിൽ ഫെയ്ത്ത്, ചെറിയ വിശ്വാസം. The second is little faith. മൂന്നാമത്തത് സ്തോത്രം നിർജീവ വിശ്വാസം, ഡെഡ് ഫെയ്ത്ത് എന്ന ഡെഡ് ഫെയ്ത്ത്. The third one is dead faith. കണ്ടിട്ടില്ല അങ്ങനെ ബൈബിളിലുള്ള വാക്യം? മൂന്നാമത്തത് അത് യാക്കോബ് ലേഖനത്തിലാണ് പറഞ്ഞത്, നിങ്ങൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണ്. In the book of James, we read that the faith that does not have. എനിക്ക് പിന്നെ സ്തോത്രം ഒരു ഭവനം വേണം. വീടില്ലാത്ത ഒരാൾ പറയും എനിക്ക് ഭവനം വേണം. If someone who does not have a home is praying for a home, ഞാൻ ഇരിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇരുന്നു കൊണ്ട് അങ്ങ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. I am praying from my apartment and fasting from my apartment. ഞാൻ ആ പുള്ളിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലിങ്ക് അയച്ചു കൊടുത്തു. I sent him a link while he was praying. വീട് കിടപ്പുണ്ടെന്ന് പോയി നോക്ക്. I asked him to go and look for a house. കൊണ്ട് ഇങ്ങോട്ട് തരട്ടെ. He said that let the house come to me. കുഞ്ഞെ, നിന്റെ അപ്പാർട്ട്മെന്റിനകത്ത് ആ 5 ബെഡ്റൂം ഉള്ള വീട് അങ്ങനെ ഇറങ്ങൂടാ കുഞ്ഞെ. How will that 5-bedroom home come into your apartment? ആരൊന്നും മനസ്സിലാകുന്നില്ലേ? Are you not able to understand നിനക്ക് me? ഫെയ്ത്ത് ഉണ്ടെങ്കിൽ നീ ഫെയ്ത്തിന് മുമ്പിൽ കാല് വെക്കണം. If you have faith, step forward in the faith. God bless your initiative. എന്താ 5 പോയിന്റ് പറഞ്ഞേ? ഞാൻ അവസാനം പാസ്റ്റർ കല്യാണം 5 പോയിന്റ് ചോദിക്കും. കാരണം ഞാൻ ഒരു കുഞ്ഞിനെ പിക്ക് ചെയ്യാൻ പോയപ്പോൾ 5 പോയിന്റ് ഞാൻ കേട്ടു. സ്വതം God bless your initiative. നിങ്ങളുടെ തുടക്കങ്ങളെ കർത്താവ് എന്ത് ചെയ്യും? സ്വത്രം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാം, നീ വെള്ളത്തിൽ കാല് വെച്ചാൽ നീ മുങ്ങിപ്പോകുന്ന അറിയാവുന്ന കർത്താവ് നിന്റെ കൂടെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞ അർത്ഥം. If you step out into water, the God will come with you to prevent you from drowning. പക്ഷേ പിന്നെ ഇത് പ്രബലശബ്ദമാണ്. നമ്മുടെ ഇനിഷ്യേറ്റീവ്സ്, നമ്മുടെ തുടക്കങ്ങളെ, നമ്മൾ തിറങ്ങി വെച്ച തുടക്കങ്ങളെ നമ്മുടെ കൂടെ നിന്ന് ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. Dear pastors, this is a prophecy that God will be with us for our initiatives. ദൈവം ഒനിയാണ്ടെ ബ്ലസ് ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പരസ്യമായി ലൈവ് ഉള്ളതുകൊണ്ട് പറയുന്നില്ല.
Praise the Lord. ദൈവം ചില തുടക്കങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക അവിടെ. I am praying for Oneonta. God has started something over there. ഒന്ന് നാമത്തെ സ്തോത്രം ചെയ്ത് പറഞ്ഞേ. Please praise the Lord. Praise the Lord. Praise the Lord. വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. God is going to start some big blessings for us. അപ്പം ഞാനത് വിശ്വസിക്കുന്നില്ല. മൂന്നാമത്തെ ഫെയ്ത്ത് എന്താ പറഞ്ഞത്? ഡെഡ് ഫെയ്ത്താ ചിലരത്. The third one is dead faith. ചില ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ മസ്റ്റാർഡ് സീഡ് ഫെയ്ത്ത് ഉണ്ടല്ലേ? മസ്റ്റാർഡ് സീഡ് ഫെയ്ത്ത് ബൈബിളിലുള്ളതാണ്. മസ്റ്റാർഡ് സീഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, മല കടുകാകും, കടുക് മലയുമാകും. The mountain will become mustard and the mustard will become mountain. നമ്മുടെ വിശ്വാസത്തിന്റെ മുമ്പിൽ മല, ഞാൻ അങ്ങനെ തന്നെ വായിക്കുന്നത്, മല കടുക് പോലെയാകും. നമ്മുടെ മുമ്പിലുള്ള മലകൾ, സ്വതം പറ എന്ത് പാമേ, നമ്മുടെ മുമ്പിലുള്ള മലകൾ കടുക് പോലെയാകും. കടുക് നമ്മുടെ മുമ്പിൽ ചെറിയ സൈസ് സാധനങ്ങൾ. ആ മസ്റ്റാർഡ് സീഡിന്റെ വ്യാഖ്യാനം അതല്ല. ഞാനൊരു കോട്ട് പറയാം നിങ്ങളോട് കേട്ടോ. നമ്മുടെ മുമ്പിലുള്ള കടുകുകളെ വലിയ മലയാക്കി മാറ്റാൻ കഴിയുന്ന ഫെയ്ത്ത് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ കടുക് പോലുള്ള ഫെയ്ത്തിനെ ദൈവം വലുതാക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു. I am telling you a quote regarding the mustard and the mountain. The things as big as mountain can become as small as mustard, and things as small as mustard can become like mountains. യൂദായുടെ ലേഖനത്തിൽ ബൈബിളിൽ പറയുന്നത് മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, ആദി വിശുദ്ധ വിശ്വാസം എന്നൊരു വിശ്വാസമുണ്ട്. In book of Jude we read about the most holy faith. ഒരിക്കൽ പൗലോസ് തിമോത്തിയോസിനെ നോക്കി പറയാം, നിന്റെ അമ്മച്ചിക്കും വല്യമ്മച്ചിക്കും ഉണ്ടായിരുന്നൊരു വിശ്വാസമുണ്ട്. അതെന്താ നിർവ്യാജ ജെന്യൂയിൻ ഫെയ്ത്ത്. As Paul talks to Timothy, he is talking about genuine faith. ഇതൊക്കെ ഉള്ളപ്പോഴും പൗലോസ് പറഞ്ഞൊരു പദമാണ്, നമുക്കൊരു precious faith ഉണ്ട്. Amidst all this, Paul is talking about precious faith. വിലയേറിയ വിശ്വാസം. ഞാൻ ബാക്കി പറഞ്ഞ് അവസാനിപ്പിക്കും. വിലയേറിയ വിശ്വാസം എന്താ? What does it mean by precious faith? നിന്റെ വിശ്വാസം നിനക്ക് എങ്ങനെ വിലയുള്ളതായി മാറുന്നത്? How do you know if your faith is precious? ഗ്രഹാം സ്റ്റെയിൻസിന്റെ വൈഫിന്റെ പേരെന്തുവാ? ഗ്രഹാം സ്റ്റെയിൻസിന്റെ വൈഫിന്റെ പേര് What was the name of Graham Stein's? ഗ്ലാഡിസ് എന്ന ജീവിച്ചിരിപ്പുണ്ട്. ഗ്ലാഡിസിന് ഇവിടെ കൊണ്ട് ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ, ഹലോ മാന്യ വനിതയെ, താങ്കൾക്ക് ഈ ഫെയ്ത്ത്, ക്രിസ്തുവുള്ള ഫെയ്ത്ത് വിലയുള്ളതാണോ? If you ask the wife of Graham Staines, Gladys Staines, if you ask her, do you feel the faith in Christ is precious? കണ്ടത്തോടെ കണ്ണുകൾ നിറഞ്ഞിട്ട് പറയും, ഈ ഫെയ്ത്തിന് വേണ്ടി ഞാൻ വില കൊടുത്തതാണ്. She will talk in tears saying that I have given. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യണം, പ്രതിരോധിക്കണം. എന്താ പറയാ നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ വില കൊടുക്കണം, നിങ്ങൾ പ്രതിരോധിക്കണം. നിങ്ങൾ ആ വിശ്വാസത്തിന് വേണ്ടി, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പഠിപ്പിച്ചിരുന്നു, വീണ്ടും ഞാൻ പറയാം, വില കൊടുക്കേണ്ട ചില വിശ്വാസ പ്രമാണങ്ങൾ നമുക്കുണ്ട്. അതിനുവേണ്ടി വില കൊടുത്തു തന്നെ നിൽക്കണം നമ്മൾ. Dear beloved, you should sacrifice, you should defend for the faith that you have. അവിടെ ആ ലേഖനത്തിൽ തന്നെ 1-2 പത്രോസ് അതിന്റെ തൊട്ട് താഴെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ. 2 Peter chapter 1 verse 5 to 7. എന്താ? സകല ഉത്സാഹത്തോടെ. എന്താ പറഞ്ഞേ? എന്നോട് പറഞ്ഞേ ഉത്സാഹത്തോടെ. അടുത്ത വാക്ക് നിങ്ങളുടെ വിശ്വാസത്തോട്, ആഡ് ടു യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തോട് അടുത്തൊരു 7 കാര്യം കൂട്ടണം. He is talking about 7 things to add to your faith. നിങ്ങൾ വീട്ടിൽ നോക്കിയേ, എന്തിന്റെ കൂടെ കൂട്ടേണ്ടേ? To what you should add? വിശ്വാസത്തോട് അടുത്തതിനോട് അടുത്തത്. അപ്പം വിശ്വാസം എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പിന്റെ മേളിലായി ഈ ബാക്കി 7 കാര്യം കയറി പോകണ്ടേ. You should put these 7 things on top of the first step of faith. കേൾക്കുന്നുണ്ടോ? Do you understand? അങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തോട് 7 കാര്യം കൂട്ടി ചെല്ലുമ്പോൾ അവസാനം പറഞ്ഞൊരു പദമുണ്ട്. അതേ അധ്യായത്തിൽ അവസാനം പറഞ്ഞ പദമുണ്ട്. ആ പാരഗ്രാഫ് തീരുമ്പോഴാണ് എന്തെന്നറിയാമോ? 7ന്റെ അവസാനം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയും തേജസ്സിനും മാനത്തിനുമായി കാണാൻ ഇങ്ങനെ ഇടവരും. അത് കഴിഞ്ഞിട്ട് ധാരാളമായി അതിൻ്റെ ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് അറിയാമോ? നിങ്ങളിങ്ങനെ വിശ്വാസത്തിന് വില കൊടുത്ത് ഈ 7 കാര്യം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാ. 7 കാര്യം നിങ്ങളിങ്ങനെ പറഞ്ഞ് കൂട്ടി എ മെച്യൂർ ക്രിസ്ത്യൻ ആയി മാറിയാൽ യു വിൽ സീ ദ ഫേസ് ഓഫ് യുവർ സേവിയർ. If you do all those things by adding everything that has mentioned there, those 7 things onto your faith, you will see. നിങ്ങളുടെ രണ്ടാമത്തെ പ്രഷ്യസ് കാര്യം പറഞ്ഞേ, യുവർ ഫെയ്ത്ത്. തൊട്ട് പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആളെ പറഞ്ഞ, നീ വിശ്വാസം നിന്റെ ഫെയ്ത്ത് നിനക്ക് പ്രഷ്യസ് ആയിരിക്കട്ടെ. തൊട്ട് പറ, touch your neighbor and tell them that നിന്റെ your വിശ്വാസം faith നിനക്ക് പ്രഷ്യസ് ആയിരിക്കട്ടെ. Let your faith be precious നിന്റെ to you. വിശ്വാസം നിനക്ക് പ്രഷ്യസ് ആയിരിക്കട്ടെ. Let your faith be precious to you. നിന്റെ വിശ്വാസം നിനക്ക് പ്രഷ്യസ് ആയി സൂക്ഷിക്കട്ടെ. Let your faith be precious to you. മൂന്നാമത്തെ പത്രോസ് പറഞ്ഞ പ്രഷ്യസ് കാര്യം,
And the third precious thing that Peter ഒന്നിന്റെ told, ഏഴാണ്, 1 പത്രോസ് 1:7. it's in 1 Peter 1:7. എനിക്ക് അതാണ് വിശദീകരിക്കാൻ വേണ്ടി ഞാൻ പ്രധാനമായി എടുത്തതെങ്കിലും എനിക്ക് ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചാളെ. That was the most important point. But ഒന്ന് വായിച്ച് 6-7 വാക്യങ്ങൾ. 1 Peter chapter 1 verse 6 and 7. ആ ആ ആ ആ അഴിഞ്ഞു പോകുന്നതും പൊന്നിനേക്കാൾ, പറഞ്ഞ പൊന്നിനേക്കാൾ നിങ്ങളുടെ, നമ്മളുടെ, എൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധന, ദ ടെസ്റ്റ് ഓഫ് യുവർ ഫെയ്ത്ത് ഈസ് പ്രഷ്യസ്. വിശ്വാസത്തിൻ്റെ പരിശോധന സ്വത്രം. അതിന് പത്രോസ് താരതമ്യം ചെയ്തത് എന്തിനെ കുറിച്ചാണെന്ന് അറിയാമോ? To what did Peter compare it to? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് എല്ലാവരും? കേൾക്കണേ. തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ. പറഞ്ഞോ. It's about തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ. The gold that is being refined in fire. NLT version ഇങ്ങനെ ഇത് വായിച്ചേ. These trials will show that your faith is genuine. It is being tested as fire tests. Your faith is genuine. വായിച്ചേ. Your faith is genuine. It is being tested as fire tests and purifies gold. എന്തോ ടെസ്റ്റ് എന്ന് പറഞ്ഞേ? ഫയറിനകത്ത് ഒരു പൊന്നിടുന്നത് പോലെയാണ് നിന്റെ വിശ്വാസത്തെ ദൈവം പരിശോധിക്കുന്നത്. It is just like how you put gold in fire. പൊന്നു ഫയറിലിട്ടാൽ, ദിനമാമേ, പൊന്നു ഫയറിലിട്ടാൽ എന്തായിട്ടാ പുറത്തു വരുന്നേ? What if you put gold in fire? What is the outcome? വെള്ളി ഫയറിലിട്ടാൽ എന്തായിട്ടാ പുറത്തു വരുന്നേ? What's the outcome of silver in fire? അതിനകത്തെ കീടങ്ങളെല്ലാം പോകുമോ? All the germs will die. പറ, പോകുമോ? പോയിട്ട് പുറത്ത് എന്തായിട്ടാ വരുന്നേ? What will it come out as? പ്യൂർ സാരായിട്ട് പുറത്തു വരും. It will come out as pure mineral. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക്, എനിക്ക്, നിങ്ങളുടെ പരിശോധനകൾ, സഫറിങ്സ് പ്രഷ്യസ് ആകുന്നത്? Why is our sufferings are precious to us? ഇത് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ, after these sufferings, പറഞ്ഞേ, ഒരു നല്ല ഒറിജിനൽ സാധനമായിട്ട് പുറത്തു വരും. we will come out as pure elements. പോകേണ്ട കീടങ്ങളെല്ലാം പോക്കി, അഴുക്കുകളെല്ലാം പോക്കി, ദൈവത്തിന് കൊള്ളാകുന്ന ഒരു സാധനമായി പുറത്തു കൊണ്ടുവരാൻ എന്റെ പരിശോധന ഉപയോഗിക്കുന്നെങ്കിൽ ഈ പരിശോധന എന്തുകൊണ്ട് എനിക്ക് പ്രഷ്യസ് ആക്കിക്കൂടാ? That's why our tests are precious to us, because God is trying to purify us through these tests. ഡോക്ടർ, താങ്കൾ എന്ന് പറയുന്ന പൊന്നിനെ തീയിലേക്ക് ഇടുമ്പോൾ, when you submit yourselves as a gold into fire, ഇട്ട തട്ട ഇട്ടേച്ചു പോകത്തില്ല. the goldsmith will not walk away. Will he walk away? അവന്റെ കണ്ണ് വളരെ ഗൗരവത്തോടെ ആ പൊന്നിനുമില്ല. The goldsmith is watching on the gold that is in the fire. എന്താ പുള്ളി ചെയ്യുന്നേ? What is he trying to do? ഞാൻ കൊടുക്കുന്ന തീ കൂടി പോകുന്നുണ്ടോ? He is measuring the temperature of the fire. ഈ പൊന്ന് ഈ തീക്കകത്തങ്ങ് ഉരുകി പോകുമോ? He is looking at the melting point of the gold. കീടങ്ങളൊക്കെ പോകുന്നുണ്ടോ? He is looking at the germs in the gold. ഇട്ട തട്ടാന്റെ മനസ്സിലുള്ള ഇഷ്ടം പോലെ ഈ പൊന്നായോ? The goldsmith is imagining about the outcome of the gold. നിന്റെ തീച്ചൂളയുടെ നടുവിൽ നിന്നെ വാച്ച് ചെയ്യുന്ന ഒരു തട്ടാൻ ഉണ്ടെന്നാണ് ഈ വചനത്തിനകത്ത് നിന്നോട് പറയാൻ ദൂത്. Amidst all the tests and fire, there is a goldsmith that is watching over you, whether to look at the outcome. Dear beloved, you would have asked many times why we have all these tests. Why do we have all these sufferings? പൊന്നു പോലെ പണിത് പുറത്തു. ഞാൻ എൻ്റെ ഉദാഹരണമാകട്ടോ, ഞാൻ എൻ്റെ വീട്ടിലെ ഉദാഹരണമാ. എൻ്റെ കട്ടളകൾ എന്നെ പണിത് ദൈവത്തിന് കൊള്ളാകുന്നവനാക്കി തീർത്തെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയുക, പൊന്നിനേക്കാ വിലയേറിയ ബന്ധമാണ് നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത്. Dear beloved, all these tests and sufferings is to purify you and bring you out as a pure gem. വിശദീകരണമില്ലാതെ വാക്യങ്ങൾ വേണമെങ്കിൽ എഴുതി വെക്കാം നിങ്ങൾക്ക്. Amen. Praise the Lord. അബ്രഹാമിനെ ഉൽപ്പത്തി 22 ഒന്നാമത്തെ വാക്യം. ഉൽപ്പത്തി 22 ഒന്നാമത്തെ വാക്യം. In Genesis chapter 22 verse 1. പരീക്ഷിച്ചു എന്ന് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിൽ ഒറിജിനൽ ഭാഷ KJ വേർഷനിൽ ടെക്സ്റ്റ് എന്നാണ്, ടെംപ്റ്റേഷൻ എന്നുള്ള പദമല്ല കൊടുത്തിരിക്കുന്നത്. In some of the versions it's talking about temptation, but the original translation is testing. നിങ്ങൾ പുള്ളിയെ പരിശോധിക്കുകയായിരുന്നു. He was testing Abraham. ഇനി നോക്കിക്കേ, ദാവീദിന്റെ കാര്യം നോക്കിക്കേ. When we look into the സങ്കീർത്തനം 66:11 വായിച്ചേ. Psalm 66 verse 10.
66:10 ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. എങ്ങനെയാ പുള്ളിയെ പരിശോധിച്ചേ? മറ്റടുത്ത് സ്വർണ്ണമാണെങ്കിൽ ഇവിടെ ഒരു വെള്ളി ഊതി കഴിക്കുന്നത് പോലെ. Here also it is talking about testing rather than temptation. For you God tested us, you refined us like silver. പരമാവധി വാക്യത്തിൽ വെള്ളി ഊതി കഴിക്കുന്നത് പോലെ പുള്ളിയെ പരിശോധിച്ച് എങ്ങനെയാണെന്നറിയാമോ? നീ ഞങ്ങളെ ഒരു വലയ്ക്കകത്ത് നെറ്റിനകത്ത് ഇട്ട് കെട്ടി. പരിശോധന. ഞങ്ങളുടെ മേൽ മുതുകത്ത് ഒരു ഭാരം എടുത്തു വെച്ചു. You brought us into the net, you laid affliction upon our loins. 12 വാക്യം. In verse 12. പോകുന്നവരെല്ലാം എന്റെ തലമണ്ട കയറി അങ്ങ് പോവുക. Everyone, you have caused men to ride over our heads. മനുഷ്യരെ, എൻ്റെ അപ്പനെ, എൻ്റെ അമ്മയെ, എൻ്റെ കൂടെ നിൽക്കുന്നവരെ, എൻ്റെ കൂട്ടുകാരെ, നെയ്ബേഴ്സിനെ, അവരൊക്കെ എന്താ എൻ്റെ തലേ കയറിട്ടേ പോകത്തുള്ളവർ. Everyone is riding over me, my parents, my brothers, my co-workers, എൻ്റെ my തലേ കൂടെ colleagues. ഓടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? What does it mean by ride? എഴുതിയേക്കുന്ന കേട്ടോ. What does it mean? ഞാൻ ഇരുന്ന് കൊടുക്കുക എൻ്റെ തലേ കയറി ഓടാൻ. It's because we submit ourselves for them to do എന്നെ that. തീയിലേക്ക് വലിച്ചെറിഞ്ഞു. They put me in fire. എന്നെ വെള്ളത്തിലൂടെ കടത്തി വിട്ടു. They put me in water. എനിക്ക് ഇഷ്ടമുള്ള പദം അടുത്ത വാക്യമാണ്. The next point. ഞാൻ ആ ശോധന കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ മോനെ 12 ലാസ്റ്റ് വേട മലയാളത്തിൽ പാസ്റ്റ് 12 ലാസ്റ്റ് വേട. എങ്കിലും എന്നോട് ചേർത്ത് പറഞ്ഞേ, എങ്കിലും സഹോദരന്മാരെ ചേർത്ത് പറഞ്ഞേ, എങ്കിലും നീ തലേ കൂടെ പലരും ഓടി, വെള്ളത്തിൽ കൂടെ പോകേണ്ടി വന്നു, തീയിൽ കൂടെ പോകേണ്ടി വന്നു, ഒരു വെള്ളി പോകുന്നത് പോലെ പോയി. ഞാൻ ഒത്തിരി ശോധന കൂടെ പോയെങ്കിലും ദ ഫൈനൽ വേർഡ് എന്ന് പറഞ്ഞത് അറിയാമോ? എങ്കിലും നീ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. Even though men have ride over me, even though I have been put in fire, I have been put in water, I've been gone through all this testing, but you have brought me into a wealthy place. അതുകൊണ്ട് എം ചെറിയാൻ സാറ് പാടിയത് വരുവിനേശുവിനരികിൽ എന്ന പാട്ടിനകത്തൊരു വരിയുണ്ട്. പരിശോധനകൾ വരികിൽ മനം പതറാതെ ആശ്രയിച്ചിടുകയിൽ. കവിയും പറഞ്ഞേ പരിശോധനകൾ വരികിൽ. പറഞ്ഞോ പുളിക്ക്. ധനകൾ അരികിൽ മനം പതറാതാശ്രയിച്ചിടുകിൽ ബലഹീനതയിൽ കവിയും കൃപമതിയെന്നാശ്രയിച്ചിടുകിൽ പരിശോധനകൾ വരികിൽ മനം പതറാതാശ്രയിച്ചിടുകിൽ ബലഹീനതയിൽ കവിയും കൃപമതിയൻ ആശ്രയിച്ചിടുകിൽ Grace of God is here this morning. Amidst all your weakness, God is here to strengthen you on in all your tests. സകലവും ശുഭമായി വരുവിൻ യേശുവിനരികിൽ. നിങ്ങൾ വന്നേ. എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. ഞാൻ ഇന്ന് പകല് അവിടെ നിന്ന് ഒരു വാക്ക് പറയാം. നിന്റെ താങ്ക് യു പാസ്റ്റർ ജി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും പരിശോധനയിൽ കൂടെ നിങ്ങൾ പോവുകയാണോ? If you are going through any kind of sufferings or tests, എനിക്ക് ഈ തീയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല കർത്താവേ. I am not able to come out of this fire. ഞാൻ ചെയ്യാത്ത കുറ്റത്തിൽ എൻ്റെ മേൽ ആരോപിക്കുകയാണ്. I am innocent and I have been accused. മനുഷ്യർ എൻ്റെ മേൽ തലയിൽ ഓടുകയാണ്. The men are riding over my head. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. I am unable to get out of this. എനിക്കെതിരെ എഴുതുന്നു. They are writing about me. എനിക്കെതിരെ പ്രസംഗിക്കുന്നു. They are speaking about me. എന്നെക്കുറിച്ച് കുറ്റം പറയുന്നു. They have been accusing me. എൻ്റെ ശരീരം മുഴുവൻ രോഗമായി മാറുന്നു. My body is full of എനിക്ക് sickness. പരിശോധന പുറത്തു വരാൻ കഴിയുന്നില്ല. I am unable to come out of this suffering. പരിശുദ്ധാത്മാവിൽ നിയോഗത്തോടെ The പറയുകയാണ്. Holy Spirit is speaking to you. നിനക്കൊരു കൃപ തരാൻ ദൈവശക്തനെ ഇറങ്ങി വരും. God is giving you a grace this morning. പൊന്നിനേക്കാൾ നീ കൊള്ളാകുന്നതിനായി പുറത്തു വരും. He will come out of as a pure gem. നാവിൽ നല്ല പാട്ടുകൾ തരും. He will give you new songs in your tongue. നല്ല വചനങ്ങൾ നിനക്ക് He തരും. will give you new words. നിന്റെ പരിശോധനയെ ശക്തീകരിക്കും ദൈവം. He will strengthen you in the suffering. അങ്ങനെ നീ പൊന്നുപോലെ പുറത്തു വരുമ്പോൾ When you come out as a pure gem, പറയുന്ന പദമാണ്. you will shout like this. ഈ ടെസ്റ്റ് എനിക്ക് precious ആണ്. This test is precious for me. The precious testing of your faith. Amen. Praise the Lord. ഒന്നാമത്തെ precious എന്താണ്?
What was the first precious thing? യേശുവിന്റെ രക്തം. The blood of Jesus Christ. രണ്ടാമത്തെ പ്രഷ്യസ് The second precious thing, യേശുവുള്ള വിശ്വാസം. the faith in Christ. മൂന്നാമത്തെ പ്രഷ്യസ് The third precious thing, ദൈവം തരുന്ന പരിശോധന, The testing of വിശ്വാസത്തിന്റെ your പരിശോധന. faith. നാലാമത്തെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. and the fourth precious thing. 2-3 മിനിറ്റുകൾ അവസാനത്തെ കാര്യങ്ങൾ. 2 പത്രോസ് 1:4 വായിക്കുമോ? Let us read 2 Peter chapter 1 verse പത്രോസ് പറയുന്ന 4. നാലാമത്തെ പ്രഷ്യസ് സാധനം തന്റെ എന്തോ 3 കൂടെ വായിക്കുമ്പോൾ അതിൻ്റെ ഗൗരവത്തോടെ മനസ്സിലാകും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിർത്താം മക്കളെ, നിങ്ങൾ ക്ഷീണിച്ച് പോകാതെ നിർത്താം. ഞാൻ വേഗം നിർത്താം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം ദാനം ചെയ്തിരിക്കുന്നു. ഗോഡ്ലി ലൈഫ് നയിക്കാൻ വേണ്ട എല്ലാം ദൈവം നമുക്ക് ദാനം ചെയ്യുന്നു. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവയാൽ ദൈവം തരുന്ന ഗോഡ്ലി ലൈഫ് നയിക്കാൻ വേണ്ടിയുള്ള ദാനങ്ങളാൽ അവൻ നമുക്ക് വിലയേറിയതും പറഞ്ഞേ പ്രഷ്യസ് അതിമഹത്തായ ചേർന്ന് പറഞ്ഞേ ദ പ്രഷ്യസ് പ്രോമിസസ്. ചേർന്ന് പറഞ്ഞേ പ്രഷ്യസ് പ്രോമിസസ്. Precious promise. എന്തിനാ ഈ പ്രഷ്യസ് പ്രോമിസ് തന്നേക്കുന്ന? അടുത്ത വാക്യത്തിലുണ്ട്, അവന്റെ ഡിവൈൻ ക്യാരക്ടറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. Amen. We read in 2 Peter chapter 1 verse 3 and 4. We should read it together. His divine power has given us everything we need for a godly life through our knowledge of him who called us by his own glory and goodness, and through this he has given us his very great and precious promise. ഞാൻ ഇത് ഇങ്ങനെ പിന്നെ പ്രഷ്യസ് പ്രോമിസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. ബൈബിളിൽ എത്ര പ്രോമിസസ് ഉണ്ട് ചുമ്മാ അടിച്ചു നോക്കിയത്. I just googled about precious promise and I searched in Google how many promises are there in Bible. ഏകദേശം 7500ഓളം പ്രോമിസസ് എന്നാണ് തിയോളജിയന്മാർ പറയുന്നത്. Theologians say more than 7500 promises. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര പ്രോമിസ്? If that's the case, that's per day count. 365 ദിവസമാണ് ഒരു വർഷം എന്നാ ഞാൻ കേട്ടുള്ളൂ. Divided by നിങ്ങൾക്ക് അങ്ങനെയാണോ? 365. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? കണക്കൂട്ടി നോക്കി ഒരു ദിവസം എത്ര പ്രോമിസ് നമുക്കുണ്ട്? Divide 7500 by അത് നമ്മുടെ 365. ഇമോഷണൽ, നമ്മുടെ സ്പിരിച്വൽ, നമ്മുടെ മെറ്റീരിയൽ എല്ലാത്തിനും പ്രോമിസ് നമുക്കുണ്ട്. There are promises in all aspects of our life. പക്ഷേ അതിൽ ഏറ്റവും പ്രഷ്യസ് ആയി ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ, നിങ്ങൾക്ക് അങ്ങനെ നടത്തുന്ന 3 പ്രോമിസ് ഞാൻ പറയാം. But the 3 precious promises that I have received for me. The first one. യോഹന്നാൻ 3:36 ആണ്. In John 3:36. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ, the eternal life, everlasting life. The one who believe in Christ will have everlasting life. എനിക്കിഷ്ടമുള്ള, എനിക്ക് പ്രഷ്യസായി ഞാൻ എടുത്തി. മക്കളെ എന്നെ കേൾക്കുന്നേ, നിങ്ങൾക്ക് ഇങ്ങനെ നടത്തില്ല. എനിക്കിഷ്ടമുള്ള ഏറ്റവും ബൈബിൾ ഏറ്റവും നമ്പർ 1 പ്രോമിസ്. This is the most. നിങ്ങൾക്ക് അത് തന്നെയാണോ? നിങ്ങൾക്ക് അത് തന്നെയാണോ? ആണോ അല്ലേ? I don't know about you, but this is the most precious promise that I have received. The one who believe in Christ, the everlasting life. Praise the Lord. എനിക്കിഷ്ടമുള്ള രണ്ടാമത്തെ പ്രോമിസ്. The second promise. 16 മുതൽ യോഹന്നാൻ 16 John chapter 16. 7 മുതൽ 13 വരെ വാക്യങ്ങൾ. Verse 7 to 13. ഇന്നിവിടെ രാവിലെ പാസ്റ്റർ ഡോക്ടർ റോണി പറഞ്ഞത് ഉദ്ധരിച്ചിരുന്നു ആ വാക്യം. Dr. Roni spoke to us about ഞാൻ that പോകുന്നത് chapter. നിങ്ങൾക്ക് നല്ലതാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 7 ആണ് ഞാൻ വായിക്കുന്നത്. കാര്യസ്ഥൻ അടുക്ക വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന്, ആര് വന്ന്? പരിശുദ്ധാത്മാവ് വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആർക്ക് ബോധം വരുത്തും? പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി നമ്പർ 1 ലോകത്തിന്, ഇങ്ങനെ ഞാൻ പറയുന്നത്, നമ്മിലൂടെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വന്നാൽ എന്നിലൂടെ ലോകത്തിന് ബോധം വരുത്തുകയാണ് പാപം എന്താണ്. Here we read about the Jesus is saying that I'm going away and he is going to come, and he's talking about the Holy Spirit. When he comes, he will പാപം ചെയ്താൽ ന്യായവിധി ഉണ്ട്. If you sin, there is a judgment. ന്യായവിധിക്കും പാപത്തിനിടയ്ക്ക് ഒരു നീതീകരണത്തെ കുറിച്ചുണ്ട്. Between the sin and judgment there is a point of righteousness. ഇത് എന്നിലൂടെ, നിങ്ങളിലൂടെ, ആത്മാവ് വസിക്കുന്ന നിങ്ങളിലൂടെ ലോകത്തിന് മുഴുവൻ ബോധം വരുത്തുന്ന പരിപാടിയാണ് പരിശുദ്ധാത്മാവ്. It gives conscience to through you and me. അടുത്ത വാക്യം 13-ാമത്തെ വാക്യം നോക്കി, verse 13. Verse 13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ, നമ്മളെ, സഭയെ, ശിഷ്യന്മാരെ സകല സത്യത്തിലും. പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി നമ്മളിലൂടെ ലോകത്തിന് ചില ബോധം വരുത്തുന്നു. The first duty is that to give conviction to the world. 2 നമുക്ക്
സകല സത്യത്തിലും വഴികാട്ടിയായിരിക്കുന്നു. to lead us through the truth. അപ്പം രണ്ടാമത്തെ പ്രോമിസ് പരിശുദ്ധാത്മാവെന്ന പ്രോമിസാണ് എനിക്ക് ഇഷ്ടമുള്ള പ്രോമിസ്. The second promise is the promise about Holy Spirit. വഴി നടത്തുന്ന പ്രോമിസ്. He will guide us. യേശുവിൽ വിശ്വസിക്കുമ്പോൾ എന്തുണ്ട്? If you believe in God, what will you receive? നിത്യജീവനുണ്ട്. You will have eternal life. യേശുവിൽ വിശ്വസിച്ച അന്ന് മുതൽ since the day you started believing in him, പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്താൻ കൂടെ നടക്കുന്ന വ്യക്തിയാണ്. the Holy Spirit is guiding you. വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത് പരിശുദ്ധാത്മാവാണ്. വെള്ളം ഇട്ടുകൊണ്ടതല്ല ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവാണിത്. പരിശുദ്ധാത്മാവ് വഴി നടത്താന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയാമോ? പുറകിൽ നിൽക്കുന്നതല്ല. ഇങ്ങനെ ഞാൻ മുമ്പിൽ പോകും, പുള്ളി പുറകിൽ വരും. അതാ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. The Holy Spirit is not the one who follows you. No. ഈ പുള്ളി നമ്മളെ വഴി നടത്തും കേട്ടോ. You should follow the Holy Spirit. എന്നെ വഴി നടത്താൻ ഒരു പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞെങ്കിൽ അതാ എനിക്ക് പ്രഷ്യസ് പ്രോമിസ്. The most precious promise is the Holy Spirit who is going to guide you. പരിശുദ്ധാത്മാവ് എവിടെ ഇറങ്ങി നിൽക്കുന്നു അവിടെ ഞാൻ ഇറങ്ങി നിൽക്കാം. Where does Holy Spirit come? I will go പരിശുദ്ധാത്മാവ് there. എവിടെ പോകുന്നു അവിടെ ഞാൻ പോകാം. I will go where Holy Spirit goes. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിത ലൈഫ് നൽകുന്ന ദൈവ സാന്നിധ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. Let us praise and worship God for submitting ourselves for a life driven by Holy Spirit. മൂന്നാമത്തെ പ്രോമിസ്. The third promise. എനിക്ക് ഇഷ്ടമുള്ള പ്രോമിസാണ് പറയുന്നത്. The എന്തുകൊണ്ട് ഈ പ്രോമിസ് എനിക്ക് പ്രഷ്യസ് ആണെന്ന് ഞാൻ പറയാ. I am talking about why this is precious to me. മൂന്നാമത്തെ പ്രോമിസ്. And the third promise. യോഹന്നാൻ 14:2-3 വാക്യങ്ങളാണ്. John chapter 14 verse 2 and 3. ഒത്തിരി ഒരു മാൻഷൻ അവിടെ ഞാൻ പണിയുന്നുണ്ട്. There is a mansion that I am preparing for you. അതിനകത്ത് ഒരു റൂം നിനക്ക് വേണ്ടി പണിയുക. There is a room in that mansion for you. I will come back. ഞാൻ മടങ്ങി വരും. I will come back for you. ഞാൻ നിന്നെ കൊണ്ടുപോകും. I will take you there. ഓ സ്തോത്രം. അടുത്തൊരു വാക്കോടെ പറയുക, ചേർത്ത് പറയുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നെ ഇരുത്തും. I will take you to the place where I am അത് sitting. വാഗ്ദത്തമാണോ എന്ന് പത്രോസ് തന്നെ പറയുന്ന വാക്യം നിങ്ങൾ കേട്ടെ. പത്രോസ് തന്നെ പറയുന്നത്. Peter is talking about that promise. 2 പത്രോസ് 3:9 മുതൽ വാക്യങ്ങൾ. In second Peter chapter 3 verse 9-13 വായിച്ചു പാടാൻ പോകുക. ചിലർ താമസിക്കുന്നത് ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ ചേർന്ന് പറഞ്ഞേ വാഗ്ദത്തം. എന്താ വാഗ്ദത്തം? He will come back. മടങ്ങി വരും. The Lord is not slow in keeping his promise, as some understand മടങ്ങി വരും slowness. എന്നുള്ളതിൽ സന്തോഷം തരാത്ത എന്താ നിങ്ങൾക്ക്? Why are you not happy because of the second coming of Jesus? അമ്മാമേ, നമ്മുടെ രോഗമുള്ള ശരീരം മാറും. Our body which is filled with disease will go away. കറുത്ത ശരീരം മാറും. The body will go away. ഞങ്ങളുടെ ബലഹീനതകൾ മാറും. Our weakness will go away. ഞങ്ങളെ തേജസ് കൊണ്ട് ഉടുപ്പിക്കും. We will be covered in glory. ഞങ്ങളെ മറ്റൊരു തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. We will be taken into a next realm. എന്നോടുള്ള ദൈവത്തിന്റെ പ്രോമിസ്. That is a promise that God has for me. പ്രോമിസ് എനിക്ക് precious ആണ്. That is why that promise is precious to me. ഞാൻ ഈ വാക്യം വായിച്ചിട്ട് പാടാൻ പോകുകയാണ്. I'm going to sing after this ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിലും സമയം ഇല്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. We don't have much time in front of us. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ. Just like some എല്ലാവരും വാക്യം നോക്കിക്കോ. കുഞ്ഞുങ്ങൾ അവിടെ കാണിക്കും. ഞാൻ ഇവിടെ നോക്കി വായിക്കാം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുക. നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് വെച്ചിട്ടാണ് കർത്താവ് വരാത്ത കേട്ടോ. The Lord is not slow in keeping his promise, as some അമ്മച്ചി, understand slowness. മോനെ, നീ സ്നാനപ്പെടാത്ത കൊണ്ടാണ് കർത്താവ് വരാത്തെ. The God is not coming because you are not repenting and because you are not getting baptized. എന്റെ അപ്പൻ സ്നാനപ്പെടാത്തത് കൊണ്ടാണ് കർത്താവ് വരാത്തെ. The Lord is not coming because you are എന്റെ not. സഹോദരൻ സ്നാനപ്പെടാത്തത് കൊണ്ടാണ് കർത്താവ് വരാത്തെ. It's because my dad and my brother is not getting baptized. ദീർഘക്ഷമ നിന്നോട് കാണിക്കുക ദൈവം. The God is showing patience to you. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. The day of Lord will come like a thief. ആകാശം കൊടിമുഴക്കത്തോടെ ഒടിഞ്ഞു പോകും. The heavens will disappear with a roar. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. The elements will be destroyed by fire. ഭൂമിയും അതിലുള്ള പണികൾ വെന്തു പോകും. The earth and everything in it will be ഇങ്ങനെ laid ഇവയൊക്കെയും bare. അഴിവാനുള്ളതായിരിക്കയാൽ Since everything will be destroyed in this way. ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തൊരുകുവാനും ഉള്ള ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. Since you are waiting for that day when everything will be destroyed. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. 12 വാക്യം, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും. As you look forward to the day of God and എന്നാൽ see its നാം coming. അവന്റെ വാഗ്ദത്ത പ്രകാരം വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. But in keeping with his promise, we are looking forward to a new heaven and a new earth. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, Dear beloved, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും
ഇല്ലാത്തവരായി സമാധാനത്തോടെ കാൺപാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിച്ചു കൊള്ളുക. So then, dear friends, since you are looking forward to this, make every effort to be found spotless, blameless, and at peace with Him. എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. Let us stand in presence of Four God. precious things in our life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ 4 വിലയേറിയ സംഭവങ്ങൾ. 4 precious things in our Christian life. ഒന്ന് യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം. The precious blood of Jesus Christ. നമുക്ക് ദൈവം നൽകിയ വിശ്വാസം. The precious faith that God has given us. 3 വിലയേറിയ പരിശോധന, വിശ്വാസത്തിന്റെ പരിശോധന. The precious testing of our faith. 4ാമത് The 4th one, the precious promise. വാഗ്ദത്തമെന്ന ആ precious ദൈവത്തിന്റെ വാഗ്ദത്തം. നോക്കൂ, യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വിലയേറിയ വിശ്വാസമുണ്ട്. Those who have been redeemed by the precious blood of Jesus Christ have precious faith. വിലയേറിയ വിശ്വാസമുള്ളവർക്ക് വിശ്വാസത്തിന്റെ പരിശോധനകളുണ്ട്. Those who have precious faith have precious tests of faith. വിശ്വാസത്തിന്റെ പരിശോധനയിൽ കൂടി പോകുന്നവർക്ക് ദൈവം വിലയേറിയ വാഗ്ദത്തങ്ങൾ നൽകും. God gives precious promises to those who go ഈ through the കോട്ട test നിങ്ങളുടെ of മനസ്സിലിരിക്കട്ടെ. precious ഒന്നുകൂടെ ഞാൻ faith. പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വിലയേറിയ വിശ്വാസമുണ്ട്. Those who have been redeemed by the precious blood of Jesus Christ have precious faith. വിലയേറിയ വിശ്വാസമുള്ളവർക്ക് വിശ്വാസത്തിന്റെ പരിശോധനകൾ ഡെയിലി ലൈഫിലുണ്ട്. Those who have precious faith have precious tests of faith. വിശ്വാസത്തിന്റെ പരിശോധനയിൽ കൂടി കടന്നു പോകുന്നവർക്ക് ദൈവം വിലയേറിയ വാഗ്ദത്തങ്ങൾ നൽകുന്നു. God gives precious promise to those who go through the test of precious faith. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഇന്ന് പകലൊന്ന് ഓർക്കാൻ തയ്യാറാകട്ടെ. Let us remember the precious promise of God. ചിലർ നനയ്ക്കുന്നത് പോലെ യേശുവിന്റെ വരവ് താമസിക്കുന്നില്ല. Not unlike some people, the second coming of Lord is near. യേശു വേഗത്തിൽ മടങ്ങി വരും. The Lord is coming. യേശു വേഗത്തിൽ മടങ്ങി വരും. Jesus is coming soon. ചേർന്ന് പാടിയ കർത്താവിന് മഹത്വം കൊടുത്തേ. ചിലർ നനയ്ക്കും പോലെ കർത്താവിന്റെ വരവ്. ഓ ജീസസ്. ചിലർ നനയ്ക്കും പോലെ കർത്തനുടെ വരവ് ഒട്ടും താമസിക്കില്ലിനിയും. പാപികൾ മനം തിരിഞ്ഞിടുവാനായി ക്ഷമ കാട്ടിടുന്നതേയുള്ളൂ. പാപികൾ മനം തിരിഞ്ഞിടുവാനായി ക്ഷമ കാട്ടിടുന്നതേയുള്ളൂ. ചിലർ നനയ്ക്കും പോലെ കർത്തനുടെ വരവ് ഒട്ടും താമസിക്കില്ലിനിയും. പാപികൾ മനം തിരിഞ്ഞിടുവാനായി ക്ഷമ കാട്ടിടുന്നതേയുള്ളൂ. ഓ പാപികൾ മനം തിരിഞ്ഞിടുവാനായി ക്ഷമ കാട്ടിടുന്നതേയുള്ളൂ. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുന്നതു കാണുന്നല്ലോ. അപ്പനമ്മ മക്കൾ സോദര ബന്ധങ്ങൾ ചിഹ്നമായിടുന്നു. അപ്പനമ്മ മക്കൾ സോദര ബന്ധങ്ങൾ ചിഹ്നമായിടുന്നു. ചിലർ നനയ്ക്കും പോലെ കർത്തനുടെ വരവ് ഒട്ടും താമസിക്കില്ലിനിയും. പാപികൾ മനം
കാട്ടിടുന്നതേയുള്ളൂ. അപേക്ഷാവികൾ മനം തിരിഞ്ഞിടുവാനായി ക്ഷമ കാട്ടിടുന്നതേയുള്ളൂ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. 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 പുതുയുഗം വിരിയും, തിരികെ വരാതെ നാഴിബാലാതെ ശേരേ. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ഉറവവശതരേ ഉറവലവശതര ദലവവരവലവവരവശതര ഉറിവവവശതര ദലവരവവരവലവവ ഉറിവശതര ദലവരവലവരവലവവരവലവവ ഉറിവവവരവലവശതര ദലവരവല ഉറിവവവരവലവവരവലവവശതര ദലവരവലവ ഉറിവവവരവലവശതര Thank you, Father. We praise you. യേശുവ, ഇന്ന് പകലി ആരാധന വന്ന് സംബന്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ഓൺലൈനിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം. ഈ പ്രഷ്യസായ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞങ്ങൾ കൊണ്ടു നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ആരെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ, ഈ വിശ്വാസം പ്രഷ്യസ വിശ്വാസത്തിന് ഭാഗമാകാത്തവരുണ്ടെങ്കിൽ, ഈ വാഗ്ദത്തങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ, ദൈവമേ നീ അവരെ യേശുവിലേക്ക് അവരെ കൊണ്ടുവരണമേ. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ